ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. കൂടെ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കുന്ന ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് മല്ലിയിലേക്ക് കേടുകൂടാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു ബോക്സിനകത്താക്കി വെച്ചാൽ നമുക്ക് 2 ആഴ്ച വരെ നല്ല ഫ്രഷായിട്ട് മല്ലിയില സൂക്ഷിക്കാൻ പറ്റും. ഇനി അടുത്ത് ഞാനാണെങ്കിൽ മുട്ടക്കറിക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്നത് ഇങ്ങനെയാണ്, എളുപ്പത്തിൽ ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഇടികല്ലുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ബോർഡിൽ വെച്ചിട്ട് ഒന്ന് ഇടിച്ചെടുക്കുക ചെയ്യുന്നത്. ഫുള്ളായിട്ട് എടുത്ത് കഴുകാനുള്ള സമയക്കുറവ് കാരണം നമ്മൾ എളുപ്പത്തിൽ ഇങ്ങനൊരു ഐഡിയ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുമായിരിക്കും അല്ലേ? അങ്ങനെ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അത് നമുക്കൊന്ന് തുടച്ചെടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പാത്രം ചൂടാക്കി കിട്ടുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഗ്യാസും ലാഭിക്കാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറാണ്. നമുക്ക് തുണി വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി നമ്മൾ ഗ്യാസ് ഓണാക്കി തന്നെ സ്റ്റൗ നമ്മൾ ഓണാക്കിയിട്ട് തന്നെ ഞാൻ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് ചൂടായി കിട്ടും, വെള്ളമൊക്കെ പോയി കിട്ടും. അടുത്ത് ഞാൻ എണ്ണ ഒഴിക്കുന്നു. എണ്ണയാണെങ്കിൽ ഇതുപോലെ ചെറിയ ഹോളുള്ള അടപ്പ് വെച്ചിട്ടുള്ള ചെറിയ ഹോളുള്ള ബോട്ടിൽസൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ആകുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മളെ പാത്രത്തിലോട്ട് വീഴില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിക്കാം. നമുക്കൊരു മിനിമം എണ്ണ ആവശ്യം മതിയല്ലോ. അപ്പോൾ നമുക്ക് അത്രയും ആവശ്യത്തിന് മാത്രം എടുക്കാം. അടുത്ത് ഞാൻ മുട്ടക്കറിക്ക് വേണ്ടി കടുകും ജീരകവും ഇട്ടു. നമ്മൾ ജീരകം മാത്രം ഇട്ട് മുട്ടക്കറിയോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ മലയാളികളായതുകൊണ്ട് അറിയാതെ നമ്മൾ കടുകങ്ങ് ചേർത്ത് പോകുമല്ലേ, നമുക്കതില്ലാതെ ഒരു പരിപാടിയും ഇല്ല. അപ്പോൾ അതിലേക്ക് ഞാൻ പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്തു. കുറച്ച് തന്നെ ചേർത്തിട്ടുള്ളൂ. മസാല ഒരുപാട് നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടുന്നുണ്ട്. നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്രൗൺ കളറിൽ വരേണ്ട ആവശ്യമേ ഇല്ല. നമ്മളിത് എളുപ്പം ചെയ്തെടുക്കുന്ന ഒരു മുട്ടക്കറി ആയതുകൊണ്ട്. അടുത്ത് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉടനെ തന്നെ മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലയൊക്കെ നമുക്ക് വേഗം എടുക്കാൻ വേണ്ടി ഞാനിതൊരു ബോക്സിനകത്താക്കി വെച്ചിട്ടുള്ള. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനകത്ത് നിന്ന് എടുത്ത് ശേഷം നമുക്ക് തിരിച്ച് വയ്ക്കുകയും ചെയ്യാം. അതുപോലെ അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു എളുപ്പവഴി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മസാലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു ബൗൾ വെള്ളം ഒഴിക്കുന്നു. അതിന് നമുക്ക് ഒത്തിരി വെള്ളമൊന്നും വേണ്ട. നമ്മൾ പാത്രം ചൂടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് വിസിൽ വരും. നമ്മൾ അടച്ചു വെച്ച് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പം ഓൾറെഡി നമ്മൾ എല്ലാം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പാത്രത്തിന് നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് വിസിൽ വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം മതി. ഇതിൽ ഒത്തിരി വെള്ളം ഒഴിച്ച് കരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചിട്ട് അതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റാം. നമ്മൾ മുകളിൽ ആവി വന്നതിന് ശേഷം വെയിറ്റ് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കയറിയിരുന്നാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം വെയിറ്റ് ഊരി മാറ്റുക, എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ടൈറ്റ് ആവുകയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ദോശമാവാണ് എടുത്തിട്ടുള്ളത്. നമുക്കിന്ന് ദോശയും മുട്ടക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കലക്കുന്നു. ഇതിൻ്റെ പകുതി മാവ് എടുത്തിട്ട് ഞാൻ തലേദിവസം ദോശ ഉണ്ടാക്കിയിരുന്നു. മൊത്തത്തിൽ ദോശ ഉപ്പ് ചേർത്ത് ഞാൻ മിക്സ് ചെയ്യാറില്ല. കാരണം അതിനൊരു വല്ലാത്ത പുളിയുടെ ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ 2 പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള സ്പേസും കുറവാണ്. അതുകൊണ്ട് ഒറ്റ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് 2ആയിട്ട് എടുക്കും. എന്നിട്ട് ഓരോന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോഴും നമുക്ക് മാവിന് ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും വരാറില്ല. നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും. നെക്സ്റ്റ് ഒരു അടിപൊളി ടിപ്പെന്ന് പറയുന്നത്, നമുക്ക് തേങ്ങ ചിരണ്ടുമ്പോൾ നമുക്കതിൻ്റെ പുറത്തുള്ള പൊടികളെല്ലാം പാത്രത്തിൽ വീഴാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു എളുപ്പ വഴിയാണ്. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ടാപ്പ് ഉണ്ടല്ലോ, ടാപ്പിൻ്റെ മുട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കും. ഒന്ന് കുതിർത്ത് കൊടുത്തതിന് ശേഷം തേങ്ങ ചിരണ്ടുമ്പോൾ അതിൻ്റെ പൊടികളൊന്നും അങ്ങനെ വീഴാറില്ല. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടാറുണ്ട്.
അപ്പോൾ പണ്ടൊക്കെ എൻ്റെ അമ്മമ്മ വന്നിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ ചുരണ്ടി അതിൻ്റെ പുറമൊക്കെ വൃത്തിയാക്കി വെക്കാറുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ അങ്ങ് വെള്ളത്തിൽ വച്ചതിന് ശേഷം തേങ്ങ ചിരാറ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടികളൊന്നും വീഴാതെ പെട്ടെന്ന് ജോലി നമുക്ക് എളുപ്പമാക്കാം അല്ലേ. നല്ല സമയം മെനക്കെടുത്തിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഓരോന്ന് ചെയ്ത് വയ്ക്കുന്നതിനേക്കാളും നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് ജോലി ചെയ്ത് തീർക്കാമെന്നല്ലേ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. എല്ലാവരും അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ തേങ്ങയുടെ ഉൾഭാഗത്തെ ബ്രൗൺ കളർ പാത്രത്തിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ലാസ്റ്റ് പോർഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ചിരണ്ടി എടുക്കുക. അപ്പോൾ ആ ഉള്ളിലെ വൈറ്റ് പോർഷൻ മാത്രം നമ്മൾ പാത്രത്തിലോട്ട് വീഴും. ആ ബ്രൗണ് വീഴാറില്ല. നമ്മൾ ചിരവിയിൽ ചിരകുമ്പോൾ അത് പൊടിയായിട്ട് അത്രയും വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിരട്ട കണ്ടില്ലേ നല്ലതുപോലെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അടുത്ത് വെയിറ്റൊക്കെ മാറ്റിയിട്ട് ഞാൻ കുക്കർ തുറന്ന് നോക്കുകയാണ്. നമ്മൾ പാകത്തിന് വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ തക്കാളിയൊന്നും വഴറ്റിയതേ ഇല്ല, ജസ്റ്റ് അതിലിട്ടു പെട്ടെന്ന് മസാല ഇട്ടങ്ങ് അടച്ചു വെച്ചതാണ്. എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അതിൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാലൊന്നും പിഴിയാനുള്ള സമയമില്ല അല്ലേ. അപ്പം നമുക്ക് പെട്ടെന്ന് തേങ്ങ മഷി പോലെ അങ്ങ് അരച്ച് ചേർത്താൽ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും. നമ്മൾ തേങ്ങ അരച്ച് ചേർത്തെന്നുള്ള ഒരിത് വരില്ല. അപ്പോൾ ഞാൻ അടുത്ത് മുട്ട ചേർക്കുന്നുണ്ട്. മുട്ടക്കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട ഞാൻ 4 2 ചേർക്കുന്നുള്ളൂ. മക്കൾക്ക് എരിവ് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് സെപ്പറേറ്റാണ് കൊടുക്കുന്നത്. മുട്ടക്കറിയിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് രമ്പ ഇലയാണ്. നല്ല മണമായിരിക്കും. മുട്ടക്കറിക്ക് മാത്രമല്ല, നമ്മൾ കടലക്കറിയൊക്കെ വയ്ക്കില്ലേ, ഗ്രീൻ പീസ് കടല, അതുപോലെ ചുണ്ടിൽ കടലയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അതിൽ ചേർത്ത് കൊടുത്താൽ നല്ല ഒരു മണമാണ്. നല്ല ചിക്കൻ കറി കഴിക്കുന്നതൊക്കെ ഒരു ഫീലായിരിക്കും. അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു. അതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അടച്ച് മാറ്റി വയ്ക്കുക. ഉപ്പൊക്കെ നമ്മൾ പാകമാണോ എന്ന് നോക്കുക. നമുക്കിനി ദോശയൊന്ന് ചുട്ടെടുക്കാം. ഞാൻ ഇരുമ്പിൻ്റെ തവയിലാണ് ദോശ ചുടുന്നത്. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഇരുമ്പിൻ്റെ തവ ഞാൻ കടയിൽ നിന്നല്ലാതെ വാങ്ങിച്ചതാണ്, ഓൺലൈൻ വഴിയല്ല വാങ്ങിച്ചത്. നല്ല നോൺ സ്റ്റിക്ക് മാതിരി ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു തവയാണ്. നല്ല മൊരിഞ്ഞ ദോശയൊക്കെ കിട്ടാൻ ബെസ്റ്റാണ്. അപ്പം നമ്മളെ ദോശയും മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കാണിച്ച കുറേ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു.